ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ പരിശുദ്ധ ദിവസം അഖില ലോക സൺഡേ സ്കൂൾ ദിനമായിട്ടാണല്ലോ ആചരിക്കുന്നത്. ദൈവം നമുക്ക് നൽകി അനുഗ്രഹിച്ച ഏറ്റവും കൃപയുടെ വാതായനമായ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിന് കാരണമായ മഹാനായ റോബർട്ട് റെക്സിന്റെ ജീവിത മാതൃകകളെ ഒക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഇന്ന് ധ്യാനത്തിന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന തിരുവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. കർത്താവിന്റെ അരികിലേക്ക് ചെല്ലുവാനായി കർത്താവ് ശിശുക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മോട് തമ്പുരാൻ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ തടുക്കരുത് എന്നാണ്. മത്സരബുദ്ധി നയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ബാല്യങ്ങളെ, നമ്മുടെ കൗമാരങ്ങളെ എങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം ഒന്ന് പുനഃക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയുക? അല്ലെങ്കിൽ ഇപ്രകാരം മനസ്സിലാക്കൂ: ദൈവസന്നിധിയിലേക്ക് ഓടിയെത്തേണ്ടുന്ന കുഞ്ഞുങ്ങളെ മത്സരബുദ്ധി കുത്തിവെച്ച് നാം അതിന് തടയിടുകയല്ലേ ചെയ്യുന്നത്? നാം ജീവിക്കുന്ന ഈ ലോകം ഒരു മത്സരം നിറഞ്ഞ ലോകമാണ്. എങ്കിലും ദൈവവിഷയ സംബന്ധമായ കാര്യങ്ങളിൽ ദൈവത്തോടടുത്തു വരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് മത്സരബുദ്ധി കുത്തിവെച്ചിട്ടാകരുത്. കർത്താവ് പറഞ്ഞത് ഇല്ലാത്തവരെ കൊടുക്കാനും ഒപ്പം കൂട്ടുവാനും പങ്കുവയ്ക്കുവാനും കരുതുവാനും ഒക്കെയാണ്. ഒന്നാമനാകുവാനും ഒന്നിച്ച് എത്തുവാനും രണ്ടും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഒന്നാമനാകുവാൻ ഓടുമ്പോൾ കൂടെ ഓടുന്നവരെ നാം ശ്രദ്ധിക്കാതെ പോകും. ഞാനെന്ന ഭാവത്തിൽ വളരുന്നു. ഒന്നിച്ചോടുവാനായിട്ട് പരിശ്രമിച്ചാൽ നാം എന്ന ചിന്തയിൽ ഒരുമിക്കുവാൻ കഴിയുന്നു. തമ്പുരാൻ നമ്മിൽ ആഗ്രഹിക്കുന്നത് അതാണ്. സർവശക്തനായ ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.